ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. പല രീതിയിൽ ഞാനിത് ചെയ്യാറുണ്ട്. അതിനകത്ത് ഒരു മെത്തേഡ് മാത്രമാണ് ഇത്. അപ്പം ഞാൻ അതിനായിട്ട് 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മട്ടൻ മസാലയാണ് ഞാൻ ഇട്ടത്. 1 ടീസ്പൂൺ മട്ടൻ മസാല ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വെക്കാം. ഒന്നിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ അടച്ച് മാറ്റി വെച്ചേക്കാം. ഞാൻ ഈ റെസിപ്പി കൊച്ചുള്ളിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 കിലോ ചിക്കൻ്റെ ആവശ്യത്തിന് ഞാൻ 1/2 കിലോ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 6-7 എണ്ണം നമുക്കെടുത്ത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള കൊച്ചുള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതും അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. പണ്ടൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഈ കൊച്ചുള്ളി ഇട്ടാണ്. ഈ കൊച്ചുള്ളി ഇട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്കെല്ലാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സവാള ഇട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ചിക്കനേക്കാൾ കൂടുതൽ കൊച്ചുള്ളി ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ കറി ഭയങ്കരമായിട്ട് മതിരിക്കും. ഇനി അതിലേക്ക് 4 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളിക്ക് അനുസരിച്ച് മാത്രം തക്കാളി ഇടുക. ഈ തക്കാളിക്ക് അധികം പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1 കപ്പ് തേങ്ങ തിരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. ഇനി 7-6 വെളുത്തുള്ളി, 1 നുള്ള് പെരിഞ്ചീരകം മതിയാവുക. ഇനി ഇത് നമ്മൾ സാധാരണ തീയലിനൊക്കെ വറുത്തെടുക്കുന്നത് പോലെ നന്നായിട്ട് വറുത്തെടുക്കുക. ആദ്യത്തെ കുറച്ച് മിനിറ്റ്, അതായത് തേങ്ങയുടെ വെള്ളാംശം മാറുന്നത് വരെ ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുക. 2 ടീസ്പൂൺ ഉലുവയും കൂടി ഇടണേ. ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയതാ. കൈ എടുക്കാതെ തന്നെ ഒരുപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ നല്ല രീതിക്ക് ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടും. തീയലിൻ്റെ അത്രയും ബ്രൗൺ ആവണ്ട. ഇത്തരത്തിൽ ഈ കളറിൽ മാത്രം ബ്രൗൺ ആക്കി എടുത്താൽ മതിയേ. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെച്ചേക്കുക. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം പട്ടയും ഇട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും ലേശം ഉപ്പും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുത്ത് ഇതുപോലെ ഒന്ന് ഇടിച്ച് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. നല്ല അസാധ്യമായൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമുക്ക് മൊത്തത്തിൽ 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ നിന്ന് മസാലയുടെ പച്ചമണം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഇളക്കി തന്നെ ആ തക്കാളി വെന്തുടയുന്നത് വരെ ശരിയാക്കി എടുക്കുക. ഈ പരുവം എത്തുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് ലേശം ഇതിലേക്ക് ഒഴിച്ച് ചിക്കൻ വേകാനായിട്ട് ഇനി അടച്ചു വെച്ച് ബാക്കി വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് തുറന്ന് ഇളക്കി നോക്കണം. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഇതുപോലെ ഇളക്കിയിട്ട് വേണം ബാക്കി വേവിക്കാനായിട്ട്. ഇനി 1/4 വേവ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നുകിൽ ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് അരപ്പ് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ലാസ്റ്റ് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1-1.5 ഇടാം. ഇനി ഇതിനകത്ത് അവസാനമായിട്ട് ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ്. കറിയുടെ പുളി നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക. ഇത് ഇഷ്ടമല്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യുക. ഇനി 1 കൈപ്പിടി തന്നെ ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റും.
ഒരുപാട് വെള്ളം പോലെയല്ല, ഒരുപാട് തിക്കിലും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന്റെ കൺസിസ്റ്റൻസി മാറ്റിയെടുക്കാവുന്നതാണ്. ഒരു അടിപൊളി ഒരു കറിയാണ് ഈ വറുത്തരച്ച ചിക്കൻ കറി. അപ്പൊ ഇത് ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള മറ്റ് പലഹാരങ്ങളുടെ കൂടെയോ ചോറിന്റെ കൂടെയോ ഒക്കെ പോകുന്ന ഒരു അടിപൊളി ഒരു കോംബോ തന്നെയാണിത്. ഈ വീഡിയോ ഞാൻ റീലായിട്ട് ഇട്ടിരുന്നപ്പോൾ ആ മഞ്ഞക്കറി എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചക്ക ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.